ഈ ചെറുള യമദേവൻ്റെ ഇഷ്ടപുഷ്പമാണ്. അപ്പം നമ്മുടെ മഹാദേവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വൃക്ഷമാണ് കൂവളം എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ യമദേവൻ്റെ ഇഷ്ടപുഷ്പമാണ് ചെറുള എന്ന് പറയുന്നത്. അപ്പോൾ ഈ വനിതകൾ, നമ്മുടെ മഹിളാരത്നങ്ങൾ തലയിൽ ഈ ചെറുളയുടെ പൂവ് ചൂടുകയാണെങ്കിൽ, നമ്മുടെ തുളസിക്കതിർ ചൂടുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ചെറുളയുടെ പൂവ് ചൂടുകയാണെങ്കിൽ യമദേവൻ്റെ അനുഗ്രഹത്താൽ അവർ ദീർഘായുസ്സുകളായി ഭവിക്കും എന്നാണ് പറയുന്നത്. പഴയ കാലങ്ങളിലൊക്കെ വനിതകൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. അതിലൊക്കെ അവർക്ക് വളരെ സന്തോഷവും സമാധാനവും ലഭിച്ചിരുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന് ബലിപ്പൂ എന്ന് പറയുന്ന ഒരു പേരൂടെ ഉണ്ടായിട്ടുണ്ട്. ബലിപ്പൂ എന്ന് പറയുന്ന പേര് പ്രധാനമായിട്ടും ഇതിന് ലഭ്യമായത് ഈ മരണാന്തര കർമ്മത്തിന് വെളിയിടാൻ ഈ നമ്മുടെ ചെറുളയുടെ പുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബലിപ്പൂ എന്ന പേര് നമ്മുടെ ചെറുളയ്ക്ക് ലഭിച്ചതെന്ന് നമുക്ക് കണക്കാക്കാം. പിന്നെ മരണാന്തര കർമ്മങ്ങൾക്ക്